ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻ എസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകം 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളാണ് ഈ വർഷത്തിലെ ലോഗോസ് ക്വിസിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ആമുഖ ഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും 1-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുക. ചോദ്യം 1. കാനാൻ ദേശത്ത് പ്രവേശിച്ച് വാസമുറപ്പിച്ച ഇസ്രായേൽ ഗോത്രക്കാരെ ബാഹ്യ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടത് ആര്? ന്യായാധിപന്മാർ. 2. ന്യായാധിപന്മാർ നിയമപാലകരായിട്ടല്ല, പിന്നെ എന്തായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്? യുദ്ധവീരന്മാരായിട്ട്. 3. ന്യായാധിപന്മാരുടെ പ്രവർത്തന കാലഘട്ടം ഏത്? BC 12-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ 11-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ. 4. ഇസ്രായേൽ ഗോത്രങ്ങളുടെ പ്രധാന ശത്രുക്കൾ ആരെല്ലാം? കാനാന്യർ, മൊവാബ്യർ, മിദിയാൻകാർ, അമോന്യർ, ഫിലിസ്ത്യർ. 5. തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ആരെ സേവിച്ചുകൊണ്ടാണ് ഇസ്രായേൽ കർത്താവിൻ്റെ മുൻപാകെ തിന്മ പ്രവർത്തിച്ചത്? ബാൽ ദേവന്മാരെയും അശേര പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട്. 6. ഇസ്രായേൽ ജനം തിന്മ ചെയ്തതുകൊണ്ട് ദൈവം അവരെ ആരുടെ കൈകളിലാണ് ഏൽപ്പിച്ചത്? മെസൊപ്പൊട്ടോമിയ രാജാവായ കുഷാൻ റിഷാതായുമിൻ്റെ. 7. ഇസ്രായേൽ ജനം നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ അവർക്ക് മോചകനായി കർത്താവ് നിയമിച്ചതാരെ? കേനസിൻ്റെ പുത്രൻ ഒത്നിയേലിനെ. 8. ന്യായാധിപന്മാരായി ദൈവം എത്ര പേരെയാണ് നിയോഗിച്ചത്? 12 പേരെ. 9. ദൈവം നിയോഗിച്ച ന്യായാധിപന്മാർ ആരെല്ലാം? 12 ന്യായാധിപന്മാരുടെ പേരുകളാണ് താഴെ പറയുന്നത്. ഒത്നിയേൽ, ഏഹൂദ്, ഷംഗർ, ദെബോറ, ഗിദയോൻ, തോല, ജായിർ, ജഫ്ത, ഇബ്സാൻ, ഏലോൻ, അബ്ദോൻ, സാംസൺ. 10. ഇസ്രായേലിൻ്റെ വിമോചകരായി വർത്തിച്ച 12 നേതാക്കന്മാരുടെ ചരിത്രമാണ് ഡാഷ്. ന്യായാധിപന്മാരുടെ ഗ്രന്ഥം. നമുക്ക് അടുത്തതായി 1-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. 1-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട് കാനാൻ ദേശത്തെ വിജാതിയർ എന്നാണ്. 11. ആരുടെ മരണശേഷമാണ് കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം കർത്താവിൻ്റെ സന്നിധിയിൽ ആരാഞ്ഞത്? ജോഷുവയുടെ. 12. ജോഷുവയുടെ മരണശേഷം ആരോട് യുദ്ധം ചെയ്യാനാണ് ഇസ്രായേൽ ജനം കർത്താവിൻ്റെ സന്നിധിയിൽ ആരാഞ്ഞത്? കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ. 13. ജോഷുവയുടെ മരണശേഷം കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം ആരുടെ സന്നിധിയിലാണ് ആരാഞ്ഞത്? കർത്താവിൻ്റെ. 14. കാനാൻകാരോട് യുദ്ധം ചെയ്യാൻ ആരാണ് ആദ്യം പോകേണ്ടത് എന്നതിന് കർത്താവ് പറഞ്ഞ മറുപടി എന്താണ്? യൂദ ആദ്യം പോകട്ടെ എന്ന്. 15. യുദ്ധത്തിന് വേണ്ടി യൂദ ആരുടെ സഹായമാണ് ആവശ്യപ്പെട്ടത്? സഹോദരനായ ശിമയോൻ്റെ. 16. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്തേക്ക് എന്നോട് കൂടെ വരിക. കാനാന്യരോട് നമുക്ക് പോരാടാം. നിനക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദേശത്തേക്ക് ഞാനും നിന്നോട് കൂടെ വരാം. ആര് ആരോട് പറഞ്ഞു? യൂദ ശിമയോനോട്. 17. യൂദ യുദ്ധം ചെയ്തു. ദൈവം ആരെയെല്ലാമാണ് അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തത്? കാനാന്യരെയും പെരീസ്യരെയും. 18. ബസേക്കിൽ വെച്ച് യൂദ എത്ര പേരെയാണ് പരാജയപ്പെടുത്തിയത്? 10,000 പേരെ. 19. ബസേക്കിൽ വെച്ച് യൂദ ആരോടാണ് യുദ്ധം ചെയ്തത്? അദോണി ബസേക്കിനോട്. 20. അദോണി ബസേക്കിനോട് യുദ്ധം ചെയ്ത് യൂദ ആരെയെല്ലാമാണ് പരാജയപ്പെടുത്തിയത്? കാനാന്യരെയും പെരീസ്യരെയും. 21. പിന്തുടർന്ന് വന്ന്
പിടിച്ച് അവൻ്റെ കൈകാലുകളുടെ പെരുവിരലുകൾ മുറിച്ചു കളഞ്ഞത് ആരുടെ? അദോണി ബസേക്കിൻ്റെ. 22 കൈകാലുകളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ട 70 രാജാക്കന്മാർ എൻ്റെ മേശയ്ക്ക് കീഴിലെ ഉച്ഛിഷ്ടം പെറുക്കി തിന്നിരുന്നു. ഞാൻ അവരോട് ചെയ്തതുപോലെ തന്നെ ദൈവം എന്നോട് ചെയ്തിരിക്കുന്നു. ആരുടെ വാക്കുകളാണിവ? അദോണി ബസേക്കിൻ്റെ. 23 പെരുവിരലുകൾ വിച്ഛേദിക്കപ്പെട്ട അദോണി ബസേക്കിനെ എവിടെ കൊണ്ടുവന്നു, എവിടെ വെച്ച് മരിച്ചു? ജെറൂസലേമിലേക്ക് കൊണ്ടുവന്നു, ജെറൂസലേമിൽ വെച്ച് മരിച്ചു. 24 1-ാം അധ്യായം 8-ാം വാക്യപ്രകാരം യൂദ ആരോടാണ് യുദ്ധം ചെയ്തത്? ജെറൂസലേമിനോട്. 25 ജെറൂസലേം പിടിച്ചടക്കി അതിലെ നിവാസികളെയും നഗരത്തിനെയും എന്തു ചെയ്തു? നിവാസികളെ വാളിനിരയാക്കുകയും നഗരത്തിന് തീ വയ്ക്കുകയും ചെയ്തു. 26 ജെറൂസലേം കീഴടക്കിയതിനു ശേഷം യൂദ ആരോടാണ് യുദ്ധം ചെയ്തത്? കാനാന്യരോട്. 27 കാനാന്യർ താമസിച്ചിരുന്നത് എവിടെ? നെഗബിലെ മലയോരങ്ങളിലും താഴ്വരകളിലും. 28 ഹെബ്രോണിൻ്റെ പഴയ പേര് കിരിയാത്ത് അർബ. 29 ഹെബ്രോണിനെതിരെ യുദ്ധം ചെയ്ത് യൂദ പരാജയപ്പെടുത്തിയത് ആരെയെല്ലാം? ഷെഷായി, ഹിമാൻ, തൽമായി. 30 ഷെഷായി, അഹിമാൻ, തൽമായി എന്നിവരെ പരാജയപ്പെടുത്തിയതിനു ശേഷം യൂദ ആരോടാണ് യുദ്ധം ചെയ്തത്? ദബീർ ദേശക്കാരോട്. 31 ദബീറിൻ്റെ പഴയ പേര് കിരിയാത്ത് സേഫർ. 32 കിരിയാത്ത് സേഫർ പിടിച്ചടക്കുന്നവന് നൽകുന്ന പാരിതോഷികം എന്ത്? കാലബിൻ്റെ മകൾ അക്സായെ ഭാര്യയായി നൽകും. 33 അക്സായുടെ പിതാവിൻ്റെ പേര് കാലബ്. 34 കിരിയാത്ത് സേഫർ പിടിച്ചടക്കിയത് ആര്? ഒത്നിയേൽ. 35 ഒത്നിയേലിൻ്റെ പിതാവ് കെനാസ്. 36 ഒത്നിയേൽ കാലബിൻ്റെ ആരായിരുന്നു? സഹോദരപുത്രൻ. 37 കാലബ് അക്സായെ ഭാര്യയായി നൽകിയത് ആർക്ക്? ഒത്നിയേലിന്. 38 അക്സ ഒത്നിയേലിനോട് ആവശ്യപ്പെട്ടത് എന്ത്? തൻ്റെ പിതാവിനോട് ഒരു വയൽ ആവശ്യപ്പെടാൻ. 39 എനിക്ക് ഒരു സമ്മാനം തരിക എന്ന് അക്സ ആവശ്യപ്പെട്ടത് ആരോട്? പിതാവായ കാലബിനോട്. 40 അക്സ ആവശ്യപ്പെട്ട സമ്മാനം എന്ത്? നെഗബിന് പുറമെ നീർച്ചാലുകൾ. 41 കാലബ് അക്സായ്ക്ക് നീർച്ചാലുകൾ നൽകിയത് എവിടെ? മലയിലും താഴ്വരകളിലും. 42 മോശയുടെ അമ്മാനപ്പൻ്റെ പേരെന്ത്? കേന്യ. 43 കേന്യരുടെ പിൻഗാമികൾ ഏത് നഗരത്തിൽ നിന്നാണ് യൂദ ഗോത്രക്കാരോടൊപ്പം യാത്ര പുറപ്പെട്ടത്? ഈന്തപ്പനകളുടെ നഗരത്തിൽ നിന്ന്. 44 കേന്യരുടെ പിൻഗാമികൾ ഈന്തപ്പനകളുടെ നഗരത്തിൽ നിന്ന് പോയത് എവിടേക്ക്? യൂദ മരുഭൂമിയിലേക്ക്. 45 യൂദ മരുഭൂമി എന്തിനു സമീപം സ്ഥിതി ചെയ്യുന്നു? നെഗബിൽ ആരാദിന് സമീപം. 46 യൂദ മരുഭൂമിയിലെത്തി അവിടുത്തെ ജനങ്ങളോടൊപ്പം താമസിച്ചതിന് ശേഷം യൂദ ശിമയോനടുത്ത് നിശേഷം നശിപ്പിച്ച് പരാജയപ്പെടുത്തിയത് ആരെ? സേഫാത്ത് നിവാസികളെ. 47 സേഫാത്ത് നിവാസികളെ നിശേഷം പരാജയപ്പെടുത്തി നശിപ്പിച്ച ആ പട്ടണത്തിന് നൽകിയ പേര് ഹോർമ. 48 യൂദ കൈവശപ്പെടുത്തിയ പ്രദേശങ്ങൾ ഗാസ, അഷ്കലോൺ, എക്രോൺ എന്നിവയും അവയുടെ പ്രാന്തപ്രദേശങ്ങളും. 49 യൂദ മലമ്പ്രദേശങ്ങൾ കൈവശമാക്കി, എന്നാൽ താഴ്വര നിവാസികളെ തുരത്താൻ അവർക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്?
താഴ്വര നിവാസികൾക്ക് ഇരുമ്പ് രഥമുണ്ടായിരുന്നതുകൊണ്ട്. 50 ആര് പറഞ്ഞിരുന്നത് പോലെയാണ് ഹെബ്രോൺ കാലബിന് കൊടുത്തത്? മോശ പറഞ്ഞിരുന്നത് പോലെ. 51 അനാക്കിന്റെ 3 പുത്രന്മാരെ പുറത്താക്കിയത് ആര്? കാലബ്. 52 ജെറൂസലം നിവാസികളായ ജബൂസ്യരെ പുറത്താക്കാതിരുന്നത് ആര്? ബെഞ്ചമിൻ ഗോത്രക്കാർ. 53 ബെഞ്ചമിൻ ഗോത്രക്കാരോടൊപ്പം ഇന്നും ജെറൂസലമിൽ താമസിക്കുന്നത് ആര്? ജബൂസ്യർ. 54 ജോസഫിന്റെ ഗോത്രം ആർക്കെതിരെ പുറപ്പെട്ടു? ബഥേലിനെതിരെ. 55 ബഥേൽ നഗരം ഒറ്റുനോക്കാൻ ആളയച്ചത് ആര്? ജോസഫിന്റെ ഗോത്രം. 56 ബഥേൽ നഗരം അറിയപ്പെട്ടിരുന്നത് ഏതു പേരിൽ? ലൂസ്. 57 നഗരത്തിലേക്കുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരിക, എങ്കിൽ നിശ്ചയമായും ഞങ്ങൾ നിന്നോട് ദയാപൂർവം വർത്തിക്കും. ആര് ആരോട് പറഞ്ഞു? ബഥേൽ നഗരം ഒറ്റുനോക്കാൻ പോയവർ നഗരത്തിൽ നിന്നും വെളിയിലേക്ക് വന്ന ഒരുവനോട്. 58 ലൂസ് നഗരം വാളിനിരയാക്കിയപ്പോൾ വെറുതെ വിട്ടത് ആര്? നഗരത്തിലേക്കുള്ള വഴി കാണിച്ചവൻ്റെ കുടുംബത്തെ. 59 നഗരത്തിലേക്കുള്ള വഴി കാണിച്ചവൻ ആരുടെ നാട്ടിൽ ചെന്നാണ് ഒരു നഗരം പണിതത്? ഹിത്യരുടെ നാട്ടിൽ ചെന്ന്. 60 ഹിത്യരുടെ നാട്ടിൽ ചെന്ന് പണിത നഗരത്തിൻ്റെ പേര് ലൂസ്. 61 ഏതെല്ലാം പട്ടണങ്ങളിലെയും അവയുടെ ഗ്രാമങ്ങളിലെയും നിവാസികളെയാണ് മനാസെ പുറത്താക്കാതിരുന്നത്? ബേത്ത്ഷെയാൻ, ഷാനാക്ക്, താനാക്ക്, ദോർ, ഇബ്ലെയാം, മെഗീദോ. 62 ഇസ്രായേൽക്കാർ അടിമവേല ചെയ്യിപ്പിച്ചത് ആരെ? കാനാൻകാരെ. 63 എഫ്രായിം ഗോത്രക്കാർ പുറത്താക്കാതിരുന്നത് ആരെ? ഗസർ നിവാസികളായ കാനാന്യരെ. 64 സെബുലൂൺ ഗോത്രം പുറത്താക്കാതിരുന്ന നഗരനിവാസികൾ കിത്രോൺ, നഹലോൻ. 65 ആഷേർ പുറത്താക്കാതിരുന്ന നിവാസികൾ അക്കോ, സീധോൻ, അഹലാബ്, അക്സിബ്, ഹെർബ, അഫീഖ്, റഹോബ് നിവാസികളെ. 66 ഡാഷ് തദ്ദേശവാസികളായ കാനാന്യരുടെ ഇടയിൽ ജീവിച്ചു. ആഷേർ ഗോത്രക്കാർ. 67 നഫ്താലി ഗോത്രം പുറത്താക്കാതിരുന്നത് ആരെയെല്ലാം? ബേത് ഷെമഷിലെയും ബേത് അനാത്തിലെയും നിവാസികളെ. 68 നഫ്താലി ഗോത്രത്തിന് അടിമവേല ചെയ്തത് ആര്? ബേത് ഷെമഷിലെയും ബേത് അനാത്തിലെയും നിവാസികൾ. 69 ദാൻ ഗോത്രത്തെ മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ടത് ആര്? അമോര്യർ. 70 ഹാർ ഹെറസിലും അയ്യാലോണിലും ഷാൽബീമിലും താമസിച്ചിരുന്നത് ആര്? അമോര്യർ. 71 ആരുടെ ഗോത്രമാണ് അമോര്യരുടെ മേൽ ശക്തിപ്പെട്ടത്? ജോസഫിൻ്റെ ഗോത്രം. 72 ജോസഫ് ഗോത്രത്തിൻ്റെ അടിമകളായി തീർന്നത് ആര്? അമോര്യർ. 73 അമോര്യരുടെ അതിർത്തി എവിടം മുതൽ എവിടം വരെ? സേല മുതൽ മുകളിലേക്ക് അക്രാബീം കയറ്റം വരെ.